ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരവിന്ദിൻ്റെ പേരിലുള്ള ഡോക്യുമെൻറ്റുമായി ബാങ്കിലേക്ക് വരികയാണ്. എന്നിട്ട് ബാങ്ക് മാനേജറുമായി സംസാരിക്കുകയാണ്. ഡോക്യുമെൻ്റ് കൊടുത്ത് ഈ ഡോക്യുമെൻ്റ് വെച്ച് എനിക്ക് ലോൺ എടുക്കണം. അപ്പോൾ മാനേജർ ഡോക്യുമെൻ്റ് പരിശോധിച്ച ശേഷം പറയാണ്, ഈ ഡോക്യുമെൻ്റ് വെച്ച് നിങ്ങൾക്ക് ലോൺ തരാൻ കഴിയില്ല. അതെന്താ സാർ എനിക്ക് ലോൺ തരാൻ കഴിയാത്തത്? ഇത് എൻ്റെ പേരിലുള്ള തെങ്ങിൻ തോപ്പിൻ്റെ ആധാരമാണ്. ഇത് വെച്ച് എന്തുകൊണ്ട് എനിക്ക് ലോൺ തന്നൂടാ? അപ്പോൾ മാനേജർ പറയണേ, നിങ്ങളുടെ അച്ഛൻ ബാലൻ മാഷ് എല്ലാ ബാങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതുമായി വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ലോൺ കൊടുക്കരുത് എന്ന് വക്കീല് വഴി ലീഗൽ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബാങ്കിൽ മാത്രമല്ല ഒരു ബാങ്കിൽ ചെന്നാലും നിങ്ങൾക്ക് ലോൺ ലഭിക്കില്ല എന്ന് പറഞ്ഞതോടുകൂടി അരവിന്ദൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എൻ്റെ പേരിലുള്ള സ്ഥലത്തിന് ലോൺ തരാൻ പാടില്ല എന്ന് പറയാൻ അവരാരാണ്? അപ്പോൾ മാനേജർ പറയണ, അതൊക്കെ നിങ്ങൾ തന്നെ പോയി ചോദിച്ചു നോക്ക്. അങ്ങനെ പറയല്ലേ സാർ, നിങ്ങൾക്ക് ഞാൻ കൈക്കൂലിയായിട്ട് എന്തെങ്കിലും തന്നോളാം. നിങ്ങൾ ആദ്യം ഈ ലോണൊന്ന് പാസ്സാക്കി താ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോടല്ലേ പറഞ്ഞത് തരാൻ പറ്റില്ല എന്ന്. ഇനിയിപ്പോൾ എന്നെക്കൊണ്ട് പോലീസിനെ വിളിപ്പിക്കാൻ നിൽക്കണ്ട, ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് അയാൾ ദേഷ്യപ്പെടാണ്. അങ്ങനെ അരവിന്ദൻ അവിടെ നിന്ന് നാണം കേട്ട് ഇറങ്ങി പോകുന്ന സമയത്താണ് അരവിന്ദൻ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ ബാലൻ മാഷ് നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ബാലൻ മാഷ് ഒരു പരിഹാസത്തോടു കൂടി അരവിന്ദനെ നോക്കിയിട്ട് അരവിന്ദൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, ആരിത്? അരവിന്ദനോ? നിന്റെ മുഖത്ത് മുഴുവനും കരിയായിട്ടുണ്ടല്ലോ, ഈ കരി ഒരിക്കലും നീ തുടച്ചാലൊന്നും പോവില്ല. അപ്പോൾ അരവിന്ദൻ പറയണേ, നിങ്ങളെന്താ എന്നെ കളിയാക്കുകയാണോ? അയ്യോ, നിന്നെ കളിയാക്കി? ഞാൻ കളിയാക്കിയതില്ല, വേദനയോടുകൂടി പറഞ്ഞതാണ്, നാണക്കേട് കൂടി ഓർത്ത് പറഞ്ഞതാണ്. കുറച്ചു നേരം കൂടി നീ മാനേജറോട് സംസാരിച്ചിരുന്നെങ്കിൽ നിന്നെ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകുന്നത് കൂടി ഞാൻ കാണേണ്ടി വന്നേനെ. അതിൽ നിന്നും നീ രക്ഷപ്പെട്ടല്ലോ മഹാഭാവി എന്ന് പറഞ്ഞപ്പോൾ, ആര്? ഞാനാണോ ഭാവി? നിങ്ങളുടെ സ്വന്തം മകന് ഇത്രയും വലിയ മഹാഭാവം ചെയ്ത് നിങ്ങളാണോ പുണ്യവാൻ? ആരാടാ പാപം ചെയ്തത്? ആരാടാ ദ്രോഹം ചെയ്തത്? സ്വന്തം മകൻ നല്ലതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതാണോടാ ഞാൻ ചെയ്ത തെറ്റ്? നിങ്ങൾ എന്ത് നല്ലതുപോലെ ജീവിക്കണമെന്നാണ് ആഗ്രഹിച്ചത്? നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത്? ഞാൻ ജീവിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അത് ആരുടെ കൂടെ ജീവിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്? തെരുവുകൾ തോറും നടന്ന് തുണികൾ വിൽക്കുന്ന അവളോടൊപ്പം ജീവിക്കണമെന്നല്ലേ? നിങ്ങളുടെ പെങ്ങളുടെ മോളുടെ കൂടെ ഞാൻ ജീവിക്കണം, അതല്ലേ നിങ്ങൾ ചെയ്യാൻ നോക്കിയത്? അതിനുവേണ്ടി സ്വത്തുക്കളെല്ലാം തന്നെ എൻ്റെ പേരിൽ എഴുതി തരികയും ചെയ്തു. അതിൽ നിന്നും രക്ഷപ്പെട്ട് ഞാൻ ഓടിപ്പോയി. അതിന് നിങ്ങൾ എന്താണിപ്പോൾ ചെയ്തത്? എൻ്റെ പേരിൽ കേസ് കൊടുത്ത് എനിക്ക് അനുഭവിക്കാനുള്ള സ്വത്തുക്കളൊക്കെ നിങ്ങൾ അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരു ദ്രോഹം എന്നോട് ചെയ്തതിന് നിങ്ങൾക്ക് നാണമില്ലേ? നിർത്തടാ നിന്റെ പ്രസംഗം. ആദ്യം വിഴം കണ്ടാൽ അത് തിരിച്ചറിയാനുള്ള കഴിവ് വേണം, അതിനുള്ള ബുദ്ധി നിനക്കില്ലാതെ പോയി. അതുകൊണ്ടാണല്ലോ പവിഴം പോലത്തെ ചാരുവിനെ നീ കളഞ്ഞിട്ട് പോയത്. ജീവിതത്തിൽ എന്നും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്നെങ്കിലും ഒരു ദിവസം നല്ലത് ചെയ്യും. അതുപോലെ ഒരു നല്ലതാണ് നീ അന്ന് ചെയ്തത്. എനിക്കും ചാരുവിനും ആകാശിനും ആ കുടുംബത്തിനോടും നീ ചെയ്ത നല്ല ഒരേ ഒരു കാര്യമാണ്, അന്ന് നീ ചാരുവിനെ കല്യാണം കഴിക്കാതെ ഓടിപ്പോയില്ലേ, അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം. അതുകൊണ്ടാണ് ചാരു എത്തിച്ചേരേണ്ട ആളുടെ കയ്യിൽ തന്നെ എത്തിച്ചേർന്നത്. ചാരുവിനെ കല്യാണം കഴിക്കുന്നത് കൊണ്ടാണ് നിന്റെ പേരിൽ ആ സ്വത്തുക്കളൊക്കെ ഞാൻ എഴുതി തന്നത്. പക്ഷേ ഇനി നിനക്ക് ആ സ്വത്തുക്കൾ അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യവും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്? നിങ്ങളുടെ പെങ്ങളുടെ മോളെ ഞാൻ കല്യാണം കഴിക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ മകനല്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതേടാ, അത് തന്നെയാണ്. നീ എൻ്റെ മകനല്ല. നിന്റെ സ്വഭാവത്തിന് നിനക്ക് ആ സ്വത്തുക്കളിൽ നിന്നും ഒരു രൂപ പോലും കിട്ടാൻ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് ബാലൻ അവിടെ നിന്നും പോവാൻ ഒരുങ്ങുമ്പോൾ അരവിന്ദ് കൈ ഞൊടിച്ചുകൊണ്ട് ബാലനെ അങ്ങ് വിളിക്കണം. എന്നിട്ട് ബാലൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, ഇതാണോ നിങ്ങളുടെ അവസാന തീരുമാനം? അതേടാ, ഇത് തന്നെയാണ് എൻ്റെ അവസാന തീരുമാനം. എങ്കിൽ ഇതിൻ്റെ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും, അത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് കേട്ടപ്പോൾ അങ്ങനെയാണോ? എങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ അരവിന്ദ് അങ്ങ് ചിരിച്ചുകൊണ്ട് പറയണം, നിങ്ങൾ ഇതുവരെ എന്നോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം തന്നെ ഞാൻ ക്ഷമിച്ചതായിരുന്നു, പക്ഷേ ഇനി ഞാൻ ക്ഷമിക്കാൻ തയ്യാറല്ല. നിങ്ങൾ എന്നോടിപ്പോൾ ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങളുടെ മകളെയും ഞാൻ കരയിപ്പിച്ചിരിക്കും എന്നും പറഞ്ഞ് അരവിന്ദ് അവിടെ നിന്നും പോവാൻ ഒരുങ്ങുമ്പോൾ ബാലൻ അങ്ങ് തടയുകയാണ്. എന്നിട്ട് ഷർട്ടിൻ്റെ കോളറയിൽ കയറി പിടിക്കുകയാണ്. എന്ത് ചെയ്യുമടാ നീ? എന്താണ് നീ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അരവിന്ദ് ബാലൻ്റെ കൈ അങ്ങ് മാറ്റിയ ശേഷം പറയാണ്, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ തന്നെ അതിന് തയ്യാറായിക്കോ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഞ്ചു പൊട്ടി ചാവാൻ ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് എന്തോ മനസ്സിൽ ദുരുദ്ദേശം വെച്ചിട്ട്
വെച്ചിട്ടാണ് പോകുന്നത്. പിന്നീട് ബാലനെ കാണാൻ വേണ്ടി ബാലൻ്റെ ഒരു പരിചയക്കാരൻ വരികയാണ്. അപ്പോൾ ബാലനും അയാളും തമ്മിൽ അത്രമാത്രം അധികം അടുപ്പമുണ്ട്. ബാലൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി അയാളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് ഹേമയും അരവിന്ദനും അനുവും അശ്വതിയും ഒക്കെ കൂടി സംസാരിക്കുകയാണ് ഗോവിന്ദനും. എന്നിട്ട് ബാലൻ ആകാശിനെയും ചാരുവിനെയും വിളിക്കുകയാണ്. എന്നിട്ട് അയാളുടെ മുന്നിൽ ചാരുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എൻ്റെ പെങ്ങളുടെ മകൾ ചാരുലത, എൻ്റെ ആകാശ് വിവാഹം കഴിച്ചത് ഇവളെയാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരുപാട് സന്തോഷത്തോടു കൂടി പറയാണ്, ബാലൻ്റെ മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ഒരുപാട് കാലം ജീവിക്കട്ടെ. എന്നിട്ട് അയാൾ ബാലനോട് പറയണേ, നിന്റെ മരുമകൾ മഹാലക്ഷ്മിയെ പോലെയുണ്ട്, ഇവളുള്ള വീട്ടിൽ ഒന്നിനും ഒരു കുറവും വരില്ല. അങ്ങനെ ചാരുവിനെ അയാൾ പുകഴ്ത്തി സംസാരിക്കുകയാണ്. അപ്പോൾ ആകാശ് ചാരുവിനെ പുഞ്ചിരിയോട് കൂടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ ഹേമക്കും അരവിന്ദനും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ട് അയാൾ വന്ന കാര്യം പറയുകയാണ്, ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ മകളുടെ വിവാഹം നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെല്ലാവരും തന്നെ തലേ ദിവസം തന്നെ അവിടെ എത്തിയിരിക്കണം. തലേ ദിവസം എന്ന് പറയില്ല, 2-3 ദിവസങ്ങൾക്ക് മുന്നേ തന്നെ നിങ്ങൾ അവിടെ എത്തിയിരിക്കണം. എല്ലാവരും എൻ്റെ മകളുടെ വിവാഹത്തിൽ വന്നു ചേരണം. നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് നടത്തേണ്ടത്. നിങ്ങളുടെ വിവാഹത്തിന് എനിക്ക് വരാൻ കഴിയാതിരുന്നത് എൻ്റെ മകൻ സുഖമില്ലാതെ കിടപ്പിലായതുകൊണ്ടാണ്. പക്ഷെ അത് വെച്ച് നിങ്ങളാരും അവിടേക്ക് വരാതിരിക്കരുത്. എൻ്റെ മൂത്ത മകളുടെ വിവാഹത്തിന് നിങ്ങളെല്ലാവരും നേരത്തെ കൂട്ടി അവിടെ എത്തി എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിങ്ങൾ തന്നെ ചെയ്തു തരണം എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും കൂടി ആ കല്യാണത്തിന് വരാമെന്ന് പറയട്ടോ. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോവാണ്. പിന്നീട് ചാരുവും ആകാശം സന്തോഷത്തോടു കൂടി അവർ സംസാരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടും കൊണ്ടാണ് അരവിന്ദ് വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതും കളിയും ചിരിയൊക്കെ കാണുമ്പോൾ അരവിന്ദിന് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് ആകാശ് അരവിന്ദ് അവിടെ നിന്ന് നോക്കുന്നത് കാണുന്നത്. അപ്പോൾ അരവിന്ദിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ചാരുവിനെ ആകാശ് സ്നേഹിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ചാരു, നീ ഇന്ന് എൻ്റെ ഓഫീസിലേക്ക് വരണം. നീ എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവം ഉണ്ടാക്കി നീ ഇന്ന് ഓഫീസിൽ വന്ന് എനിക്ക് നീ നിൻ്റെ കൈകൊണ്ട് വിളമ്പി തരണം ഭക്ഷണം എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ അരവിന്ദിന് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് ആകാശ് ചാരുവിനോട് പറയാണ്, നീ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി ഓഫീസിലേക്ക് വരുമ്പോൾ അച്ഛനോട് പറയണം, ഈ രാത്രിയിൽ എന്നോടൊപ്പമാണ് തിരിച്ച് വീട്ടിലേക്ക് വരൂ എന്ന്. അതെന്തിനാ അക്കുചേട്ടാ? ഇന്ന് എനിക്ക് കളക്ഷൻ എടുക്കുന്ന ജോലിയാണുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് ഓഫീസിലൊരു ലീവ് കൊടുത്തിട്ട് നമുക്കിന്നൊരു സിനിമയ്ക്ക് പോവാം. എൻ്റെ തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ കയറി ഡിന്നറും കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരാം. എന്താ നീ ഓക്കെ അല്ലേ കാക്കോത്തി എന്ന് പറഞ്ഞപ്പോൾ ചാരുവിന് ഒരുപാട് സന്തോഷമാണ്. എനിക്ക് സമ്മതമാണെന്ന് പറയട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടും കൊണ്ട് അരവിന്ദ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അരവിന്ദ് കേൾക്കാൻ കൂടി വേണ്ടിയാണ് ആകാശ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ. അപ്പോൾ അരവിന്ദ് ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് ആകാശ് പറയണേ, എന്നാൽ ശരി, എനിക്ക് ഓഫീസിലേക്ക് പോവാൻ നേരമായി എന്ന് പറഞ്ഞ് ഡ്രസ്സ് മാറാൻ വേണ്ടി അങ്ങ് പോകാൻ ഒരുങ്ങാൻ കേട്ടോ. അപ്പോൾ ചാരുവിനെ കൈ കൊണ്ട് ഇങ്ങനെ ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ കാണുന്ന അരവിന്ദ് ദേഷ്യം പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഈ സമയം ആകാശിൻ്റെ ഓഫീസിൽ രാമേന്ദ്രനും സൗമ്യയും കൂടി സംസാരിക്കുകയാണ്. അല്ല ശ്രേയ മേഡം ഇതുവരെയും വന്നില്ലല്ലോ, ഇന്നെന്താ ലീവാണോ എന്ന് ചോദിച്ചപ്പോൾ സൗമ്യ പറയണ, അറിയില്ല. എന്താ നിങ്ങൾ എന്തിനാണാവോ ഇപ്പോൾ ശ്രേയ മേഡത്തെ ചോദിക്കുന്നത്? എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും പറയാനുണ്ട്? ഏയ് എനിക്ക് പ്രധാനപ്പെട്ട കാര്യമൊന്നും ശ്രേയ മേഡത്തിനോട് പറയാനില്ല. ഞാൻ പറഞ്ഞത് നേരം വൈകി വരികയാണെങ്കിൽ എനിക്ക് ശ്രേയ മേഡത്തിൻ്റെ കസാര എടുത്ത് മാറ്റി വെക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. 10 മണി കഴിഞ്ഞ് ആര് വന്നാലും അവരുടെ കസാര എടുത്ത് മാറ്റണമെന്നല്ലേ ശ്രേയ മേഡത്തിൻ്റെ ഉത്തരവ്, അതുകൊണ്ട് ചോദിച്ചതാണ്. സൗമ്യ പറയണേ, രാമേന്ദ്രൻ സാറ് പറയുന്നത് ഇപ്പം മേഡം കേട്ട് വരണ്ട, വെറുതെ വയ്യാവലി എടുത്ത് തലയിൽ വെക്കേണ്ട. ആകാശിനോട് ചെയ്യുന്നത് പോലെ തന്നെ രാമേന്ദ്രൻ സാറിനോടും ശ്രേയ മേഡം ചെയ്യും, അത് വേണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് സൗമ്യ, നീ അത് വിട്ടേക്ക് എന്ന് പറയണേ. അപ്പോഴത്തേക്കും ശ്രേയ അവിടേക്ക് കൃത്യസമയത്ത് എത്തുകയാണ്. എന്നിട്ട് ആകാശ് ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ബിൽ കളക്ടർ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പിയൂണ് പറയണേ, ഇല്ല വന്നില്ല. അങ്ങനെയാണെങ്കിൽ 10 മണിയാവാൻ പോവുകയാണല്ലോ, അപ്പോൾ ആ കസേര എടുത്ത് മാറ്റി വെച്ചേക്ക്. അപ്പോൾ പിയൂണ് പറയണ, അല്ല PA സാറ് പറഞ്ഞു ഇന്ന് ആകാശ് സാറിന് കളക്ഷൻ ഡ്യൂട്ടിയാണെന്ന്. അപ്പോൾ PA പറയണ, അതെ മേഡം, ഇന്ന് ആകാശിന് കളക്ഷൻ ഡ്യൂട്ടിയാണ്, ഞാനാണ് അവരോട് കളക്ഷൻ എടുത്ത് വരാൻ പറഞ്ഞത്. എന്നാൽ ആകാശ് വന്ന ഉടനെ തന്നെ കളക്ഷൻ മുഴുവനും കെട്ടാൻ വേണ്ടി പറയണം എന്നും പറഞ്ഞ് ശ്രേയ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ രാമേന്ദ്രൻ സൗമ്യയോട് പറയണേ, ആകാശ് സാർ ഒരു പാവമാണ്. രാവിലെ എണീറ്റ് കളക്ഷന് പോയ ആകാശ് സാറിനോട് ഇവരെന്താ ഇങ്ങനെയുള്ള നിയമങ്ങളും റൂളുകളൊക്കെ പറയുന്നത്? ഇവർക്ക്
എന്താണാവോ ആകാശിനോട് ഇത്രയ്ക്ക് ദേഷ്യം, എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ സൗമ്യ പറയണേ, എങ്കിൽ നിങ്ങൾ തന്നെ ശ്രേയയോട് പോയി ചോദിച്ചു നോക്ക്, മാഡത്തിനോട് പോയി ചോദിച്ചു നോക്ക്. സൗമ്യ, ഞാനൊരു കാര്യം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, അല്ലാതെ അവിടെ പോയി ചോദിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. ആകാശ് സാറും ശ്രേയ മേഡവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഞാൻ അതിലൊന്നും തലയിടാൻ പോകുന്നില്ല, ഞാൻ എൻ്റെ ജോലി നോക്കിക്കോളാം എന്ന് പറഞ്ഞ് രാമേന്ദ്രൻ അവിടെ നിന്ന് പോവാണ്. ഈ സമയം ആകാശ് ഓഫീസിലേക്ക് പോവാൻ വേണ്ടിയാണ്. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ചാരു പറയണേ, അക്കുച്ചേട്ടാ പതിയെ ശ്രദ്ധിച്ചു വേണം വണ്ടി ഓടിച്ചു പോവാൻ. അപ്പോൾ ആകാശ് അവിടെ നിന്ന് ഇങ്ങനെ പരിങ്ങാണ്. അപ്പോൾ അല്ല, എന്താ പോകുന്നില്ലേ, എന്താ ഇവിടെ നിന്ന് പരിങ്ങുന്നത്? അത് പിന്നെ നിൻ്റെ അക്കുച്ചേട്ടനല്ലേ, അപ്പോൾ എനിക്ക് പോകുന്ന സമയത്ത് ചെറിയ ഒരു ടാറ്റയൊക്കെ തന്ന് ചെറിയ ഒരു സമ്മാനമൊക്കെ തന്നിട്ട് വേണ്ടേ ഞാൻ പോവാൻ. അപ്പോൾ ഇതൊക്കെ അരവിന്ദ് അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ആകാശ് അരവിന്ദിനെ കാണുന്നത്. അപ്പോൾ ചാരു ചോദിക്കുകയാണ്, ഇന്ന് എന്ത് പറ്റി അക്കുച്ചേട്ടന്, പതിവില്ലാതെ ഇങ്ങനെയൊക്കെ? കാക്കോത്തി, ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? ഏതായാലും ഞാൻ ഓഫീസിലേക്ക് പോവല്ലേ, എനിക്ക് സന്തോഷത്തിന് വേണ്ടി നീ എന്തെങ്കിലും ഒരു സമ്മാനം തന്നിട്ടല്ലേ ഞാൻ പോവൂ, എനിക്ക് അത് വേണം, എന്നാലാണ് ഞാൻ ഓഫീസിൽ പോവൂ എന്ന് പറഞ്ഞ് ആകാശ് അവിടെ തന്നെ നിൽക്കാണ്ട്. അങ്ങനെ ചാരു ആകാശിൻ്റെ കവിളിൽ കൈ വെച്ചുകൊണ്ട് ഉമ്മ എന്ന് പറഞ്ഞങ്ങ് കൊടുക്കുകയാണ്. ഇത് മതി, ഇനി എനിക്ക് സമാധാനത്തോടു കൂടി ഓഫീസിലേക്ക് പോവാം. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി പരസ്പരം സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ അരവിന്ദിന് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ആകാശ് ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് ആകാശ് ചാരുവിനെ കെട്ടിപ്പിടിച്ചിട്ടാണ് പോകുന്നത്. അതുകൂടി കണ്ടപ്പോൾ അരവിന്ദൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ അരവിന്ദ് മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവർ രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വിട്ടാൽ ശരിയാവില്ലല്ലോ, ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് അരവിന്ദ് ഫോൺ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗുണ്ടകളെയാണ് അരവിന്ദ് വിളിച്ചിട്ടുണ്ടാവുക ആകാശിനെ ഉപദ്രവിക്കാൻ വേണ്ടി. അപ്പോൾ ആകാശാണെങ്കിലോ ഇതൊന്നും അറിയാതെ കളക്ഷൻ എടുക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോവാണ്. എന്നിട്ട് ഓരോ കടകളിൽ കയറി പൈസ വാങ്ങി തിരിച്ച് ആ കളക്ഷനുമായിട്ട് ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് ഇനി അരവിന്ദ് വിളിച്ച ഗുണ്ടകൾ ആകാശിനെ അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ അവർ വഴിയിൽ വെച്ച് ആകാശിനെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് ആകാശ് ഇതൊന്നും അറിയാതെ ബൈക്ക് ഓടിച്ച് വരുന്ന സമയത്ത് ആകാശ് ബൈക്കിൽ നിന്നും വീഴാനുള്ള ഒരു കെണി ഒപ്പിച്ചിട്ടുണ്ടാവും ആ ഗുണ്ടകൾ. അങ്ങനെ ആകാശ് ബൈക്കിൽ നിന്നും വീഴുകയാണ്. എന്നിട്ട് ആകാശിന് കൈയൊക്കെ വല്ലാതെ വേദനിക്കുകയാണ്. അപ്പോഴത്തേക്കും ഗുണ്ടകൾ ആകാശിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ആകാശിനെയും ആ പൈസയുമായിട്ട് ഗുണ്ടകൾ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും ചാരുവും ഓഫീസിലുള്ളവർ ആരും തന്നെയും അറിഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.